അഖില മിസ് ആണ്. സോ നമ്മുടെ കെമിസ്ട്രിയിലെ കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്ററിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. കുറഞ്ഞ ടൈം കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ചാപ്റ്റർ റിവിഷൻ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയും നമ്മൾ ഇന്ന് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം അല്ലെ, കോൾ ആൻഡ് പെട്രോളിയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മള്. നമുക്കറിയാം നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുവാണെങ്കിൽ എയർ, വാട്ടർ, സോയിൽ, മിനറൽസ് എക്സെട്ര 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 ഇങ്ങനെ ഒരുപാട് റിസോഴ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ ഒക്കെ പ്രത്യേകത, ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ഉള്ളതാണ്. സോ അവയെ നമുക്ക് നാച്ചുറൽ റിസോഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. എന്നാൽ ഇതല്ലാത്ത കുറച്ച് ആളുകൾ, അതായത് നമ്മുടെ മാൻ മെയ്ഡ് ആയിട്ടുള്ള ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് ബീൻ മെയ്ഡ് ബൈ ഹ്യൂമൻ എഫേർട്സ് അല്ലെ. ഇതിനെയാണ് നമ്മൾ മാൻ മെയ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാൻ മെയ്ഡ് മെറ്റീരിയൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നിർമ്മിക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. സോ അതിനെ നമുക്ക് മാൻ മെയ്ഡ് മെറ്റീരിയൽസ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ നാച്ചുറൽ റിസോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ചുറ്റുമുള്ള എയർ, വാട്ടർ, സോയിൽ, മിനറൽസ് പോലെയുള്ള എല്ലാത്തിനെയും നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത് ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ്, അടുത്തത് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ്. ഇൻഎക്സോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എക്സോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. ഓരോന്നും എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓർത്തുവരിക്കണം. സോ ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ സൺ ആയിക്കോട്ടെ, നമ്മുടെ എയർ ആയിക്കോട്ടെ, ഇതൊക്കെയാണ് ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സിനുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അൺലിമിറ്റഡ് ആയിട്ട് കിടക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇൻഎക്സോസ്റ്റബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ റിസോഴ്സസ് ആർ പ്രസന്റ് ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ഇൻ നാച്ചർ ആൻഡ് ആർ നോട്ട് ലൈക്ലി ടു ബി എക്സോസ്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നമ്മൾ എന്തോരം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ശരി, ഇത് എന്ത് ചെയ്യുന്നില്ല, തീർന്നു പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറയുന്നത്. അതായത് എക്സോസ്റ്റഡ് ആവുന്നില്ല, അതല്ലെങ്കിൽ എന്താണ്, അൺലിമിറ്റഡ് ആണ് അല്ലെ. നമ്മളിപ്പം കടയിലൊക്കെ പോയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ മന്തിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പറയും മന്തി റൈസ് ലിമിറ്റഡ് ആണ്. ചില കടകളിൽ അങ്ങനെയല്ല. അപ്പൊ അതെന്താണ്, നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ. അതേ ടൈപ്പ് ആളുകളെയാണ് നമ്മൾ ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ദ എമൗണ്ട് ഓഫ് ദീസ് റിസോഴ്സസ് ഇൻ നാച്ചർ ഈസ് ലിമിറ്റഡ് അല്ലെ. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മന്തി കഴിക്കാൻ പോയിട്ട് നമുക്ക് തന്നത് നമ്മൾ കഴിച്ചു അല്ലെ, നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ കഴിച്ചു. വീണ്ടും നമ്മൾ റൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യില്ല, നമുക്ക് തരില്ല. കാരണം റൈസ് അവിടെ ലിമിറ്റഡ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ്, അതായത് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് തീർന്നു പോയി അല്ലെ. ഇവിടെയും അത് തന്നെയാണ് സംഭവം. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യും, തീർന്നു പോവും. വീണ്ടും 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 അത് ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്തുണ്ടാവുന്ന ചില ആളുകളുണ്ട്, ചില റിസോഴ്സുകളുണ്ട്. അതിനെയാണ് നമ്മൾ എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. ദേ ക്യാൻ ബി എക്സോസ്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നമ്മുടെ ഫോറസ്റ്റ് ആയിക്കോട്ടെ, വൈൽഡ് ലൈഫ്, മിനറൽ, കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ എന്താണ്, ഇൻഎക്സോസ്റ്റബിൾ അല്ല, പകരം എക്സോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്, എക്സോസ്റ്റബിൾ ആൻഡ് ഇൻഎക്സോസ്റ്റബിൾ. അപ്പൊ ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺലിമിറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ സൺ, എയർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേസമയം നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, അത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സോസ്റ്റഡ് ആവുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഈ പറയുന്ന നമ്മുടെ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, മിനറൽ, കോൾ, പെട്രോളിയം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇനി നമ്മളിതാ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സിനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു അല്ലെ, കോൾ ആയിക്കോട്ടെ, പെട്രോളിയം ആയിക്കോട്ടെ, നാച്ചുറൽ ഗ്യാസ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ മൂന്നാളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരൊക്കെ ഫോം ചെയ്യുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോസിൽസ് ആണ് അല്ലെ. അതായത് ഡെഡ് റിമൈൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, അതാണ് ഇതിന്റെ എന്താ സോഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഫ്യൂവൽസിനെ, ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഫ്യൂവൽസിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ഫോസിൽ ഫ്യൂവൽസ് എന്നാണ്. അപ്പൊ ഫോസിൽ ഫ്യൂവൽസ് എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള എക്സോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സിന് എക്സാമ്പിൾ ആണ്. അതിന് തന്നെ എക്സാമ്പിൾ ആണ് ആരൊക്കെ? കോൾ ഉണ്ട്, പെട്രോളിയം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഗ്യാസും ഉണ്ട്. ഇവരെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കോൾ ആണ്. കോൾ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഒരു എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് ആണ്, അതിൽ തന്നെ ഒരു ഫോസിൽ ഫ്യൂവൽ ആണ് അല്ലെ. അപ്പൊ കോളിനെ പറ്റി പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും?
ചെയ്യും. ഇറ്റ് ഈസ് ആസ് ഹാർഡ് ആസ് സ്റ്റോൺ ആൻഡ് ബ്ലാക്ക് ഇൻ കളർ അല്ലെ, ബ്ലാക്ക് കളറിലുള്ള ആളാണ്. അതുപോലെ തന്നെ ഒരു സോളിഡിനെ പോലെ അല്ലെങ്കിൽ ഒരു എന്താണ് സ്റ്റോണിനെ പോലെ വളരെ ഹാർഡ് ആയിട്ട് കാണപ്പെടുന്ന ആളാണ് നമ്മുടെ കോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫ്യൂവൽസ് യൂസ്ഡ് ടു കുക്ക് ഫുഡ് അല്ലെ, നമ്മുടെ ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവൽ ആണ് നമ്മുടെ കോൾ എന്ന് പറയുന്നത്. ഏർലിയർ ഇറ്റ് വാസ് യൂസ്ഡ് ഇൻ റെയിൽവേ എഞ്ചിൻസ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ ആ മലയാളം എന്താണ് റൈംസ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ട്രെയിനിനെ പറ്റിയുള്ള സോങ്ങിലൊക്കെ നമ്മൾ കോളൊക്കെ കടന്നു വരാറുണ്ടായിരുന്നു. അപ്പൊ പണ്ട് കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, തെർമൽ പവർ പ്ലാന്റ്സ് അല്ലെ, നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ട്, അതേപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റ് ഉണ്ട് അല്ലെ. അപ്പൊ തെർമൽ പവർ പ്ലാന്റിലും ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആളാണ് നമ്മളുടെ കോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ കോൾ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, കോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോസിൽ ഫ്യൂവൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ കോൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അവിടെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, പ്ലാന്റ്സ് ആണ് ഇതിന്റെ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് കാലത്ത് അതായത് ഒരുപാട് 300 million years ago എന്നാ പറയുന്നത്. ഇത്രയും മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഉള്ള കഥയാണ് നമ്മൾ പറയുന്നത്. അന്നുണ്ടായിരുന്ന ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത്, ഫ്ലഡ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഫോറസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, യെസ് ഗോട്ട് ബറീഡ് അണ്ടർ ദ സോയിൽ. അപ്പൊ അവിടെ കിടന്നിട്ട് നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ കൂടുകയാണ്, ഹൈ പ്രഷർ ഉണ്ടായിരിക്കും. ആ സമയത്ത് യെസ് വീണ്ടും ഇത് എന്ത് ചെയ്യാണ്, സോയിൽ ഇങ്ങനെ സക്കായി കിടക്കുകയാണ് അല്ലെ, സിങ്കായി കിടക്കുകയാണ്. ആൻഡ് എന്ത് ചെയ്യുന്നു, എന്ത് സംഭവിക്കുന്നു അവിടെ, ദ ടെമ്പറേച്ചർ ഓൾസോ റോസ് ആസ് ദേ സാങ്ക് ഡീപ്പർ ആൻഡ് ഡീപ്പർ അണ്ടർ ഹൈ പ്രഷർ. ഇതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ഡെഡ് പ്ലാന്റ്സ് ഗോട്ട് സ്ലോലി കൺവേർട്ടഡ് ഇൻ ടു കോൾ. അപ്പൊ നമ്മുടെ പ്ലാന്റ്സ് ആണ് എന്തായിട്ട് മാറുന്നത്, ഡെഡ് പ്ലാന്റ്സ് ആണ് എന്തായിട്ട് മാറുന്നത്, കോൾ ആയിട്ട് മാറുന്നത്. അപ്പൊ ഫോസിൽ ഫ്യൂവൽ ആണ്, അവിടെ തന്നെ ഓർക്കേണ്ടത് ഡെഡ് പ്ലാന്റ്സ് ആണ് അല്ലെ. പ്ലാന്റ്സ് ആണ് നമ്മളുടെ യെസ് കോൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ കോൾ കണ്ടെയ്ൻസ് മെയിൻലി കാർബൺ. കോൾ എന്ന് പറയുമ്പോൾ ഓർത്തു വയ്ക്കുക, കാർബൺ ആണ് അല്ലെ. ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, അതിൽ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കാർബൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഏത് പ്രോസസ്സ്, വളരെ സ്ലോ ആയിട്ടല്ലേ, ഒരുപാട് ടൈം എടുത്തോണ്ട് നടക്കുന്ന നമ്മുടെ ഡെഡ് പ്ലാന്റ്സ് കോൾ ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഡെഡ് വെജിറ്റേഷൻ ഇൻ ടു കോൾ ഈസ് കോൾഡ് കാർബണൈസേഷൻ. കാരണം കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് കാർബൺ ആണ്. സോ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് കാർബണൈസേഷൻ എന്നാണ്. ആൻഡ് സിൻസ് ഇറ്റ് വാസ് ഫോംഡ് ഫ്രം ദ റിമൈൻസ് ഓഫ് വെജിറ്റേഷൻ, കോൾ ഈസ് ഓൾസോ കോൾഡ് ഫോസിൽ ഫ്യൂവൽ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കോൾ ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഡെഡ് റിമൈൻസ്. അതിൽ തന്നെ എന്താണ്, യെസ് ലിവിങ് തിങ്സ് ഒക്കെ പറയുന്ന സമയത്ത് അതിൽ പ്ലാന്റ്സ് ആണ് നമ്മുടെ എടുത്ത് നമ്മൾ പറയേണ്ട ആള്. അപ്പൊ ഡെഡ് പ്ലാന്റ്സ് ആണ് എന്തായിട്ട് മാറുന്നത്, കോൾ ആയിട്ട് മാറുന്നത്. ആ പ്രോസസ്സിന് കാർബണൈസേഷൻ നമ്മൾ വിളിക്കാറുണ്ട്. അതിന്റെ റീസൺ എന്താണ്, യെസ് അതായത് ഈ പറഞ്ഞ കോളിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആരായതുകൊണ്ടാണ്, നമ്മളുടെ യെസ് കാർബൺ ആയതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ആ കാര്യം ഓർത്തു വെക്കുക. ആൻഡ് വെൻ ഹീറ്റഡ് ഇൻ എയർ കോൾ ബേൺസ് ആൻഡ് പ്രൊഡ്യൂസ് മെയിൻലി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ കോള് നമ്മൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. കോൾ ഈസ് പ്രോസസ്ഡ് ഇൻ ഇൻഡസ്ട്രി ടു ഗെറ്റ് സം യൂസ്ഫുൾ പ്രൊഡക്ട്സ് സച്ച് ആസ് കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ്. അപ്പൊ കോളിനെ പറ്റി നമ്മൾ പഠിച്ചു, കോൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കോളിന്റെ കുറച്ചും കൂടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എന്തിനു യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം കോക്ക്. നമ്മൾ ഒരുപാട് കാര്യത്തിന് യൂസ് ചെയ്യുന്നു, ഒരുപാട് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ കോക്ക്, കോൾ ടാർ, അതുപോലെ തന്നെ കോൾ ഗ്യാസ്. ഇതിന് മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്, പല പ്രോസസ്സിലൂടെ കോളിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, നമ്മുടെ പ്രൊഡക്റ്റ് യൂസ്ഫുൾ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ മൂന്നാളുകളെയും നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്, കോളിൽ നിന്നാണ്. കോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. യെസ് വീണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു എക്സോസ്റ്റബിൾ ഫ്യൂവൽ ആണ് അല്ലെ, എക്സോസ്റ്റബിൾ റിസോഴ്സ് ആണെന്നും കൂടെ നമുക്ക് ഓർത്തു വെക്കാം. ആൻഡ് ഡെഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ, ഇതിന്റെ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഡെഡ് പ്ലാന്റ്സ് ആണെന്നും കൂടെ ഓർത്തു വെക്കാം. അപ്പൊ ഈ മൂന്നാളുകളെ പറ്റി നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ, അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും അതിന്റെ യൂസും ഒന്ന് നമുക്ക് നോക്കാം. കോക്ക്, കോൾ ടാർ ആൻഡ് കോൾ ഗ്യാസ് അല്ലെ. അപ്പൊ കോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടഫ് പോറസ് ആൻഡ് ബ്ലാക്ക് സബ്സ്റ്റൻസ്. ബ്ലാക്ക് സബ്സ്റ്റൻസ് ആണ്, നമ്മൾ പ്യുവർ കാർബണിന്റെ ഒരു ഫോം ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ഈസ് ആൻ ഓൾമോസ്റ്റ് പ്യുവർ ഫോം ഓഫ് കാർബൺ. കണ്ടോ നിങ്ങൾ, കോക്ക് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ്
സ്റ്റീൽ ആൻഡ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെനി മെറ്റൽസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രോസസ്സിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ കോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റീലിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ അയേണിന്റെ ഒക്കെ മാനുഫാക്ചറിന്റെ സമയത്ത്, അതിന്റെ മാത്രമല്ല കേട്ടോ, മറ്റു പല മെറ്റൽസിന്റെയും മാനുഫാക്ചറിങ് സമയത്ത് മെറ്റലേർജി എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് മിനറലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെറ്റലിലേക്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന കോക്ക് എന്ന് പറയുന്നത്. കോക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് കോളിൽ നിന്നാണ് അല്ലെ. ആൻഡ് കോൾ എന്ന് പറയുന്നത് ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇങ്ങനെ യെസ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ആളുകളാണ്. നെക്സ്റ്റ് നമ്മുടെ കോൾട്ടാർ ആണ്. കോൾട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്ലാക്ക് കളറിലുള്ള ഒരു തിക്ക് എന്താണ് ലിക്വിഡ് ആണ്. ആൻഡ് ഇതിന്റെ സ്മെൽ എന്ന് പറയുന്നത് ഓർക്കുക, അൺപ്ലസന്റ് സ്മെൽ. ഇതൊക്കെ MCQല് ചിലപ്പം എന്ത് ചെയ്തേക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം. അപ്പൊ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. യെസ്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് അബൌട്ട് 200 സബ്സ്റ്റൻസ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൾ എന്ന് പറയുമ്പോൾ കാർബണിന്റെ പ്രൊഡക്റ്റ് ആണെന്ന്. പക്ഷെ ഇതിനകത്ത് എന്തുണ്ട്, ഒരുപാട് സബ്സ്റ്റൻസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. And yes, obtained from coal tar are used as starting materials for manufacturing various substances used in everyday life and industry like synthetic dyes, drugs, explosives, perfumes, plastic, paints, photographic materials, roofing materials, etc. അതായത് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടെ അല്ലെ, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രൊഡക്ട്സിന്റെ സിന്തസിസിൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ആളാണ് ആര്, നമ്മളുടെ കോൾ ടാർ എന്ന് പറയുന്നത്. യെസ്, ദെൻ നാഫ്തലിൻ ബോൾസ് നമുക്ക് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ഒരു മോത്ത് റിപ്പലന്റ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള നാഫ്തലിൻ ബോൾസ്, പറ്റ ഗുളിക എന്ന് നമ്മൾ പറയും അല്ലെ. ഒരു എന്താണ് വൈറ്റ് ബോൾ കളർ, അത് കളറൊക്കെ ചിലപ്പോൾ മാറിയേക്കാം കേട്ടോ, നമ്മളിങ്ങനെ ഷെൽഫിലൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷന് പിന്നിൽ പോലും ആരുണ്ട് എന്നാ പറയുന്നത്, നമ്മുടെ കോൾ ടാർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഓർത്തു വെക്കുക. ആൻഡ് ഇന്നത്തെ കാലത്ത് ഒരു കാര്യം കൂടെ എക്സ്ട്രാ ഒന്ന് മൈൻഡിൽ വെക്കുക, നമ്മൾ കോൾ ടാറിന് പകരമായിട്ട് ബിറ്റുമിൻ എന്ത് ചെയ്യാറുണ്ട്. ബിറ്റുമിൻ എന്ന് പറയുന്നത് ശരിക്കും കോളിൽ നിന്ന് കിട്ടുന്ന ആളല്ല, അതൊരു പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യെസ്, നമ്മുടെ ആ റോഡിന്റെ മെറ്റാലിംഗ് ദ റോഡ് അല്ലെ, നമ്മുടെ റോഡിൽ ടാർ യൂസ് ചെയ്യുന്നില്ലേ. അപ്പൊ അവിടെ കോൾ ടാറിന് പകരമായിട്ട് ഇപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബിറ്റുമിൻ യൂസ് ചെയ്യുന്നുണ്ട്. ബിറ്റുമിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, നമ്മുടെ മറ്റ് ചാപ്റ്റേഴ്സിനെ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനില്ല, വർക്ക്ഔട്ട് ചെയ്യാനില്ല. പകരം ഇങ്ങനെ ഒരു നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന ആ ഒരു ടൈപ്പ് അല്ലെ. കാരണം കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിന്റെ ആ 3 ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ, കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്. അതിൽ 3ാമത്തെ ആളാണ് നമ്മുടെ കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ കോൾ ഗ്യാസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, കോളിൽ നിന്ന് കോക്ക് കിട്ടുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫാക്ടറിന്റെ അടുത്തൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നമ്മളുടെ കോൾ ഗ്യാസിനെ നമുക്ക് ഫ്യൂവൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. സോ ആ കാര്യങ്ങൾ ഓർത്തു വെക്കാം. റെഡി? അപ്പൊ അത് അവിടെ പറയുവാണ്, കോൾ ഗ്യാസ് വാസ് യൂസ്ഡ് ഫോർ സ്ട്രീറ്റ് ലൈറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ലണ്ടൻ. പണ്ട് ആദ്യമായിട്ട് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ, അതായത് ഒരു ഫ്യൂവൽ ആണ് ശരിക്കും അല്ലെ, അപ്പൊ അവിടെയാണ് ഇത് യൂസ് ചെയ്തത്. പക്ഷെ ഇന്ന് ശരിക്കും എന്താണ്, ലൈറ്റ് എനർജിയുടെ സോഴ്സ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ എന്താണ്, ഹീറ്റിന്റെ സോഴ്സ് ഓഫ് ഹീറ്റ് ആയിട്ടാണ് നമ്മൾ കോൾ ഗ്യാസിനെ എന്ത് ചെയ്യുന്നത്, ഇന്ന് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോസിൽ ഫ്യൂവൽസിനെ പറ്റിയാണ് പഠിച്ചത്. ഒന്നുകൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ നാച്ചുറൽ സോഴ്സ്, അവിടെ തന്നെ എക്സോസ്റ്റബിൾ ആൻഡ് ഇൻഎക്സോസ്റ്റബിൾ നമ്മൾ പറഞ്ഞു വെച്ചു. ദെൻ എക്സോസ്റ്റബിളിലേക്ക് വരുന്ന സമയത്ത് ഫോസിൽ ഫ്യൂവൽ, അതിലെ കോളിൽ തന്നെ നമ്മൾ കോക്കിനെ പറ്റിയും കോൾട്ടാറിനെ പറ്റിയും അതുപോലെ കോൾ ഗ്യാസിനെ പറ്റിയാണ് പഠിച്ചത് അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മുടെ പെട്രോളിയം പ്രൊഡക്റ്റിനെ പറ്റിയാണ്. നമ്മൾ വേരിയസ് പർപ്പസിന്, അല്ലെങ്കിൽ ഇന്ന് എന്താണ് കൂടുതലായിട്ടും ഇപ്പൊ വാഹനങ്ങളിലായിക്കോട്ടെ പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്. ഇനി അതല്ലാതെ തന്നെ നമ്മുടെ കെറോസിൻ പോലെയുള്ള ഒരുപാട് ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്, പെട്രോളിയം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ റിസോഴ്സിൽ നിന്നാണ്. പെട്രോളിയത്തിന്റെ പ്രത്യേകത നാച്ചുറൽ റിസോഴ്സ് ആണ്, അത് തന്നെ എന്താണ്, എക്സോസ്റ്റബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആണ്, അതൊരു ഫോസിൽ ഫ്യൂവൽ ആണ് അല്ലെ. അപ്പൊ ദാ പെട്രോളിയം എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് പെട്ര, റോക്ക് എന്നാണ് അർത്ഥം, ഒലിയം അല്ലെ, ഓയിൽ എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ ഇടയിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു 2 വേർഡ്സിൽ നിന്നാണ് നമുക്ക് പെട്രോളിയം എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്, ആ ഒരു പേര് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കുക നിങ്ങൾ, നമ്മളിതാ പറയുവാണെങ്കിൽ യെസ്, റോക്കിന്റെ അടിയിൽ, അതുകൊണ്ടാണ് അല്ലെ റോക്ക് എന്ന് പേര് പറയാൻ കാരണം. റോക്കിന്റെ ഇടയിൽ കിടന്നിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന മൈനിങ് വഴിയൊക്കെ നമ്മൾ എടുക്കുന്ന ആളാണ് ഈ പറയുന്ന ആര്, നമ്മളുടെ പെട്രോളിയം എന്ന് പറയുന്നത്. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ സെപ്പറേറ്റ്
സെപ്പറേറ്റ് ചെയ്ത് ഓരോ പെട്രോളിയം പ്രൊഡക്റ്റിനെയും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഹൗ പെട്രോളിയം ഈസ് ഫോംഡ്, എങ്ങനെയാണ് ഈ പറയുന്ന പെട്രോളിയം ഫോം ചെയ്യുന്നത്, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ആ വാട്ടറിന്റെ മുകളിലായിട്ട് അല്ലെ എന്താണ് ഓയിൽ കാണുന്നുണ്ട്. അതാണ് നമ്മുടെ പെട്രോളിയം ആയിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്നാണ് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നത് അല്ലെ. അത് എങ്ങനെയാണ്, വെറുതെ കിടക്കുകയല്ല, ആ പാറകൾക്കിടയിലാണ് അല്ലെ, റോക്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഈ പെട്രോളിയം പ്രൊഡക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. പെട്രോളിയം വാസ് ഫോംഡ് ഫ്രം ഓർഗാനിസം ലിവിങ് ഇൻ ദ സീ. അപ്പൊ എന്താണ്, ഡെഡ് ഓർഗാനിസത്തിൽ നിന്നാണ് ഈ പറയുന്ന പെട്രോളിയം പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ കണ്ടു കോൾ എന്താണ്, പ്ലാന്റ് ആണ് അല്ലെ. ഇതാണെങ്കിൽ എന്താണ്, സീ നമ്മുടെ എന്താണ്, നമ്മുടെ കടലിലുള്ള ഓർഗാനിസം, ലിവിങ് ഓർഗാനിസം ഉണ്ട് അവിടെ. അപ്പൊ ആസ് ദിസ് ഓർഗാനിസം ഡൈഡ് ദെയർ ബോഡി സെറ്റിൽഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ ആൻഡ് ഗോട്ട് കവേർഡ് വിത്ത് ലെയേഴ്സ് ഓഫ് സാൻഡ് ആൻഡ് ക്ലേ. അപ്പൊ ഡെഡ് ഓർഗാനിസം ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, സെറ്റിൽ ചെയ്യപ്പെടുന്നു. അതിന്റെ മുകളിൽ ഒരുപാട് ലെയേഴ്സ് വരുന്നു, സാൻഡിന്റെയും ക്ലേയുടെയും ഒക്കെ. ആൻഡ് ഇത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എടുക്കുന്നതല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് അല്ലെ, ഒരുപാട് വർഷങ്ങൾ ഇതിന് എടുക്കുന്നുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഒന്നും ഇല്ല അല്ലെ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ട്രാൻസ്ഫോംഡ് ദ ഡെഡ് ഓർഗാനിസം ഇൻടു പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പൊ കോൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്ലാന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഡെഡ് ഓർഗാനിസം എന്നാണ്, അതായത് ലിവിങ് ഓർഗാനിസം വൺസ് എന്താണ്, അവര് ഡെഡ് ആയതിനു ശേഷം അത് എന്ത് ചെയ്യുന്നു, ഈ മണ്ണിൽ കിടന്നിട്ട് സാൻഡും ക്ലേയും ഒക്കെ ആയിട്ട് അതിന്റെ മുകളിൽ ഡെപ്പോസിറ്റഡ് ആവുന്നുണ്ട്. ഒരുപാട് ഇയേഴ്സ് എടുത്തിട്ട് അത് എങ്ങോട്ട് മാറുകയാണ്. ആൻഡ് ഇവിടെ പ്രത്യേകത എന്താണ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ആൻഡ് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും അല്ലെ, ആ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. അങ്ങനെ ഇത് എങ്ങോട്ട് കൺവേർട്ടഡ് ആവുന്നു, നമ്മൾ പറയുന്നത് നമ്മുടെ പെട്രോളിയം ആയിട്ട് അത് കൺവേർട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ മൈനിങ് വഴി എന്ത് ചെയ്യുന്നത്, നമ്മുടെ പെട്രോളിയം നമ്മള് ഈ പറയുന്ന രീതിയിൽ പുറത്തേക്ക് എടുക്കുന്നത്. ആ പുറത്തേക്ക് എടുക്കുന്ന പെട്രോളിയം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ടൊന്നും അല്ല ഉള്ളത്. അവിടെ നിന്ന് നമ്മുടെ റിഫൈനിങ് നടത്തും. പെട്രോളിയത്തിന്റെ റിഫൈനിങ് നടത്തിയിട്ടാണ് പെട്രോൾ, ഡീസൽ, കെറോസിൻ പോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പെട്രോളിയം പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പെട്രോളിയം ഈസ് എ ഡാർക്കി ഓയിലി ലിക്വിഡ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ, ഒരു ഓയിലി ലിക്വിഡ് ആണ് പെട്രോളിയം. ഇറ്റ് ഹാസ് ആൻ അൺപ്ലസന്റ് ഓർഡർ. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻസ് സച്ച് ആസ് പെട്രോളിയം ഗ്യാസ്, പെട്രോൾ, ഡീസൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, പാരാഫിൻ, വാക്സ്, ഇതൊക്കെ എന്താണ്, പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് അല്ലെ. ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻസ്, ഓക്കെ, ഫ്രാക്ഷൻ ഓഫ് പെട്രോളിയം ഈസ് നോൺ ആസ് റിഫൈനിങ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പെട്രോളിയം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ, മൈനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇത് എങ്ങനെയല്ല ഉള്ളത്, ഈ പറയുന്ന പെട്രോളിയം പ്രൊഡക്റ്റ് ആയിട്ടല്ല ഉള്ളത്. അതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ എക്സ്ട്രാക്ഷൻ നടത്തണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണം. അതിനെ ആ സെപ്പറേഷൻ മെത്തേഡിനെയാണ് നമ്മൾ റിഫൈനിങ് ഓഫ് മെത്തേഡ് എന്നാണ്, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ പെട്രോളിയം റിഫൈനറി അല്ലെ. ഒരു പെട്രോളിയം റിഫൈനറിയിൽ വെച്ചിട്ടാണ് നമ്മുടെ പെട്രോളിയം പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ കാണുന്നത് എല്ലാം എന്താണ്, പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്. അതിന്റെ യൂസും ആണ് തന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പല രീതിയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് നമ്മുടെ എക്സാമിനൊക്കെ. പക്ഷെ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാൻ, കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ആളുകൾ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ പെട്രോളിയം ഗ്യാസ് എന്താണ്, ലിക്വിഡ് ഫോമിലുള്ള പെട്രോളിയം ഗ്യാസ് ആണ്. നമ്മുടെ LPG പറ്റിയാണ് പറയുന്നത്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെ. അതെന്താണ് സംഭവം, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫ്യൂവൽ ആണ് അല്ലെ. ഗ്യാസിന്റെ സിലിണ്ടർ കണ്ടില്ലേ നിങ്ങൾ, അതിനകത്തുള്ളത് LPG ആണ്. അപ്പൊ LPG ആണ് എന്ത്, ഫ്യൂവൽ യൂസ്ഡ് ഫോർ ഹോം എന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ആള് തന്നെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഒരു പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് ഇതാ നമ്മുടെ പെട്രോള്. നമുക്കറിയാം പെട്രോളും ഡീസലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെഹിക്കിൾസിലാണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെട്രോളിന്റെ കാര്യമാണെങ്കിൽ പലതരത്തിലുള്ള സോൾവെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡീസൽ ജനറേറ്ററുകളിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള യൂസസ് ഒക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മുടെ കെറോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗസൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ പണ്ടുള്ള കാലത്തൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഫ്യൂവൽ ആയിരുന്നു. ഇന്ന് അത്രയും അവൈലബിലിറ്റി അതിന് കുറവാണെന്നുള്ളതാണ് സത്യം. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നല്ലൊരു ഫ്യൂവൽ എന്നുള്ള രീതിയിൽ കെറോസിനും നമുക്ക് പഠിച്ചു വെക്കാം. ലാമ്പിലൊക്കെ അല്ലെ, കെറോസിന്റെ ലാമ്പ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്ന, റാന്തൽ പോലെയുള്ള ലാമ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് കെറോസിൻ ആയിരുന്നു. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ലൂബ്രിക്കേഷൻ ആണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. പാരാഫിൻ വാക്സ് അല്ലെ, നമ്മുടെ കാൻഡിൽസ് ആയിക്കോട്ടെ, വാസ്ലിൻ ആയിക്കോട്ടെ, അപ്പൊ അതിന്റെ ഒക്കെ പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് പാരാഫിൻ വാക്സ്, സിംപ്ലി വാക്സ് അല്ലെ. ബിറ്റുമിൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, കോൾട്ടാറിന് പകരമായിട്ട് ഇപ്പൊ റോഡിന്റെ
അതിന്റെ എന്താണ് ആ സർഫേസിങ് അതിന്റെ ആ ഒരു പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബിറ്റുമിൻ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് പെയിന്റിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ ഈ പെട്രോളിയം പ്രൊഡക്റ്റ് എല്ലാം എന്താണ് വളരെ യൂസ്ഫുൾ ആണ്, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു എന്താണ് കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് പെട്രോ കെമിക്കൽസ്. ഇതിനെ നമ്മൾ പെട്രോ കെമിക്കൽസ് എന്ന് വിളിക്കാറുണ്ട്. അതായത് പെട്രോളിയം പ്രൊഡക്ട്സ് ആണ് അല്ലെ. അപ്പൊ പെട്രോളിയം പ്രൊഡക്ട്സ് മാത്രമല്ല നമ്മുടെ നാച്ചുറൽ ഗ്യാസും ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാര്യമായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. അതല്ലെങ്കിൽ എന്താണ് ഒരു എക്സോസ്റ്റബിൾ റിസോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. These are used in the manufacture of detergent fibers അല്ലെ. നമ്മളെ പോളിസ്റ്റർ, നൈലോൺ പോലെയുള്ള ഫൈബേഴ്സ്, ഡിറ്റർജന്റിന്റെ പ്രൊഡക്ഷൻ, പോളിത്തീൻ, അതേപോലെ തന്നെ നമ്മുടെ മാൻ മെയ്ഡ് പ്ലാസ്റ്റിക്കുകൾ, ഇതിലൊക്കെ ഇതിന്റെ ഒക്കെ പ്രൊഡക്ഷന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന നമ്മളുടെ പെട്രോളിയം പ്രൊഡക്റ്റും നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസിന്റെ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഓർത്തു വെക്കാൻ നിങ്ങൾ ഫെർട്ടിലൈസേഴ്സ്, യൂറിയ എന്ന് പറയുന്നത് നല്ലൊരു ഫെർട്ടിലൈസർ ആണ് അല്ലെ. അപ്പൊ യൂറിയയുടെ ഒക്കെ പ്രൊഡക്ഷന് നമുക്ക് ഹൈഡ്രജൻ വേണം. ആ ഹൈഡ്രജൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഹൈഡ്രജൻ ഗ്യാസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാച്ചുറൽ ഗ്യാസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയും എന്താണ് പ്രധാനപ്പെട്ട ഒരു യൂസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് ഡ്യൂ ടു ഇറ്റ്സ് ഗ്രേറ്റ് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് പെട്രോളിയം ഈസ് ഓൾസോ കോൾഡ് ബ്ലാക്ക് ഗോൾഡ്. അപ്പൊ പെട്രോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഗോൾഡ് എന്ന്. അപ്പൊ ബ്ലാക്ക് ഗോൾഡ് എന്ന് പെട്രോളിയത്തിനെ വിളിക്കാൻ കാരണം എന്താണ്, ഒരുപാട് രീതിയിൽ പലതരം ഇൻഡസ്ട്രീസിൽ അല്ലെ അല്ലെങ്കിൽ ഡെയിലി ലൈഫിലൊക്കെ ഈ പറഞ്ഞ പെട്രോളിയം പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, പെട്രോളിയത്തിനെ നമ്മൾ, പെട്രോളിനെ അല്ല കേട്ടോ, പെട്രോളിയം അല്ലെ, പെട്രോളിയമാണ് നമ്മുടെ റിസോഴ്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഗോൾഡ്. അപ്പൊ പെട്രോൾ, ഡീസൽ, കെറോസിൻ ഒക്കെ എന്താണ് പെട്രോളിയം പ്രൊഡക്റ്റിൽ വരുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നമ്മൾ നാച്ചുറൽ ഗ്യാസിന്റെ കാര്യവും പറഞ്ഞു. ഇതും എന്ത് തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോസിൽ ഫ്യൂവൽ തന്നെയാണ്. അപ്പൊ ഈ ഫോസിൽ ഫ്യൂവലിനെ, നാച്ചുറൽ ഗ്യാസിനെ നല്ല പ്രഷറിൽ, ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്തിട്ടുള്ളതാണ് CNG അഥവാ എന്താണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ CNG എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോ ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഓട്ടോ ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ ഫ്യൂവൽ ആയിട്ട് നമ്മൾ CNG യൂസ് ചെയ്യാറുണ്ട് പല രീതിയിൽ അല്ലെ. പവർ ജനറേഷൻ ഒക്കെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു സോഴ്സ് ആയിട്ട്, ഒരു ഫ്യൂവൽ ആയിട്ട് നമ്മുടെ CNG നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ വെഹിക്കിൾസിന്റെ കാര്യത്തിൽ നമ്മളത് യൂസ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് അതിന്റെ പൊല്യൂഷൻ റേറ്റ് ആണ്. പൊല്യൂഷൻ ഭയങ്കര കുറഞ്ഞിട്ടുള്ള ആളാണ് ആര്, നമ്മുടെ CNG. ഇപ്പൊ പെട്രോൾ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ. എന്നാൽ അത്രയും ലെസ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ CNG ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു എന്താണ് ബെനിഫിറ്റ് ആണ്. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു CNG കൊണ്ടുള്ള ഒരു പ്രത്യേകതയാണ് അതിനെ നമുക്ക് പൈപ്പിലൂടെ, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ വീട്ടിലാണെങ്കിലും മറ്റു ഫാക്ടറീസിലൊക്കെ ആണെങ്കിലും ഫ്യൂവൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, CNG നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെർട്ടിലൈസർ, യൂറിയയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ CNG അല്ല നമ്മുടെ നാച്ചുറൽ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നാച്ചുറൽ ഗ്യാസ് ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ CNG എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മളിപ്പോ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ വേണ്ട കീ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കോൾ ആയിക്കോട്ടെ, പെട്രോളിയം ആയിക്കോട്ടെ, നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ എന്താണ്, ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഫോസിൽ ഫ്യൂവൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഫോംഡ് ഫ്രം ദ ഡെഡ് റിമൈൻസ് ഓഫ് എന്താണ് ലിവിങ് ഓർഗാനിസംസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ അല്ലെ. ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ്, ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്താണ്, എക്സോസ്റ്റബിൾ റിസോഴ്സ് ആണ്. അതാണ് പ്രധാനപ്പെട്ടത്. എല്ലാവരും എന്താണ്, എക്സോസ്റ്റബിൾ ആണ്, അതായത് ലിമിറ്റഡ് ആണ് അല്ലെ. നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. കോക്ക്, കോൾ ടാർ ആൻഡ് കോൾ ഗ്യാസ് ആർ ദ പ്രൊഡക്ട്സ് ഓഫ് കോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് പെട്രോളിയം പ്രൊഡക്റ്റും നമ്മൾ എന്ത് ചെയ്തു, പരിചയപ്പെട്ടു. അപ്പൊ കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ പേരായിരുന്നു കോൾ ആൻഡ് പെട്രോളിയം. അപ്പൊ രണ്ടും എന്താണ്, ലിമിറ്റഡ് ആണ്, എക്സോസ്റ്റഡ് ആവുന്ന ആളുകളാണ്, എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സുകളിൽ പെട്ട ആളുകളാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നാളേക്ക് വെച്ചുകൊണ്ട് മാത്രം അതിനെ യൂസ് ചെയ്യുക. ചുമ്മാ നമ്മൾ അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. കാരണം മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് മാത്രമേ അതൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോം ചെയ്യുന്നുള്ളൂ. കാരണം അതെല്ലാം ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് സത്യം പറയുവാണെങ്കിൽ ചിലപ്പോൾ ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം. അതായത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്ത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടാവണം. അതല്ലാതെ തന്നെ നമ്മൾ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു MCQ-ലായിട്ടും അതുപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് പല രീതിയിൽ വരാറുണ്ട്. സോ ഈ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആനുവൽ എക്സാം വരികയാണ്. അപ്പൊ ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.